അധികാരമേറ്റ് ഒരു മാസം തികയും മുൻപ് അവതരിപ്പിച്ച ബജറ്റിൽ ഇടുത്തി പോലെ UDF സർക്കാരിന്റെ തലയിൽ പതിച്ച വീര്യം കുറഞ്ഞ മദ്യവിവാദം എന്ന് വേണമെങ്കിൽ പറയാം. മുൻ സർക്കാരാണ് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള ചട്ട ഭേദഗതി നടത്തിയതെങ്കിലും പുതിയ സർക്കാർ നികുതി കുറച്ചത് ബെക്കാഡി കമ്പനിക്ക് വേണ്ടിയാണ് എന്ന ആരോപണം ശക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷം. സ്വന്തം പാർട്ടിക്കകത്തു നിന്നും മുന്നണിക്കകത്തു നിന്നും വിമർശനമുയർന്നതോടെയാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രതിരോധത്തിലായത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക് പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ബജറ്റ് എന്ന കയ്യടി, നികുതി പിരിക്കാനുള്ള പൊളിച്ചെഴുത്തുകൾ, പ്രതീക്ഷയോടെ കാത്തിരുന്ന ബജറ്റിൽ ആളിക്കത്തിയത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടനയായിരുന്നു. സംഭവം കഴിഞ്ഞ സർക്കാരാണ് ചട്ടഭേദഗതി വരുത്തിയത്. ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന കാറ്റഗറിയും നിശ്ചയിച്ചു. പക്ഷേ അപകടം മുൻകൂട്ടി കണ്ട് നികുതി ഘടന നിശ്ചയിച്ചില്ല. ഉയർന്ന നികുതി കാരണം മദ്യ കമ്പനികൾ കേരളത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യവുമായി എത്തിയതുമില്ല. എന്നാൽ VD സതീശന്റെ ബജറ്റിൽ 251% എന്ന മുൻ സർക്കാരിന്റെ നികുതി കുറഞ്ഞു. 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%, 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% നികുതി നിരക്ക് നിശ്ചയിച്ചു. ഇതോടെ പുതിയ യു-ടേൺ വിവാദത്തിന് തുടക്കമായി. നികുതി വരുമാനത്തിലെ നഷ്ടവും UDF സർക്കാരിന്റെ മദ്യനയവും പ്രതിപക്ഷം ചർച്ചയാക്കി. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബെക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. കർഷകരെ സഹായിക്കാൻ ഇടതു സർക്കാർ വരുത്തിയ ചട്ടഭേദഗതി ബെക്കാഡി കമ്പനിക്കായി VD സതീശൻ അട്ടിമറിച്ചുവെന്ന് പോലും പ്രതിപക്ഷം കടന്നാക്രമിച്ചു. പ്രതിപക്ഷ വിമർശനം പോട്ടെന്ന് വെക്കാം. മുഖ്യമന്ത്രിക്ക് കാലിടറിയത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള വിമർശനങ്ങളിലാണ്. മുഖ്യമന്ത്രിയാകാൻ VD സതീശനെ പിന്തുണച്ച സാക്ഷാൽ VM സുധീരൻ തന്നെ തിരുത്തലിന് മുന്നിട്ടിറങ്ങി. നയത്തിൽ വെള്ളം ചേർക്കരുതെന്ന കുറ്റപ്പെടുത്തൽ. ഈ 1-2 കാര്യങ്ങളിലാണ് ഇപ്പോൾ നമുക്കൊരു വിയോജിപ്പ് വന്നിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് കത്തിൻ്റെ രൂപത്തിലും കൊടുത്തു. ഏതായാലും ഇതേ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിൻ്റെ സർവ്വതലത്തിൽ നിന്നും അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. വകുപ്പ് മന്ത്രി അറിയാതെ എടുത്ത പ്രധാന തീരുമാനത്തിലും അതൃപ്തി ഉയർന്നു. ബജറ്റ് രഹസ്യം പുറത്തു പറയാത്തതിൽ കുഴപ്പമില്ലെന്നും എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ എക്സൈസാണ് തീരുമാനമെടുക്കേണ്ടതെന്നും M. ലിജു. ഞാനിപ്പം എക്സൈസ് മന്ത്രി എന്നതിനപ്പുറത്ത് UDFൻ്റെ ഒരു നേതാവ് എന്ന നിലയിൽ UDFൻ്റേതായ തരത്തിലുള്ള ചർച്ചകളും ഉണ്ടാവും. എന്നാണെങ്കിലും ഒരു വളരെ കൃത്യമായ കേരള സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോഗ്രസീവായ ഒരു നയമായിരിക്കും വരുന്നത് എന്ന പ്രതീക്ഷയാണുള്ളത്. ഉറപ്പായി അത്തരമൊരു നയമായിരിക്കും വരുന്നത്. ഇതോടെ യു-ടേൺ പ്രതീതി ഉയർത്തി ബജറ്റ് പ്രസംഗത്തിനുള്ള മറുപടിയിൽ VD സതീശൻ നിലപാട് പറഞ്ഞു. UDFൽ ചർച്ച ചെയ്യും, മുന്നണി പച്ചക്കൊടി കാട്ടിയാൽ നടപ്പിലാക്കും, എല്ലാം ചർച്ച ചെയ്ത മദ്യനയം തീരുമാനിക്കുമെന്നും VD സതീശൻ. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിന്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പക്ഷേ പ്രതിപക്ഷം വെറുതെ ഇരുന്നില്ല. ചട്ടഭേദഗതി നിശ്ചയിച്ചത് മുൻ സർക്കാരാണെന്ന ഫയൽ നീക്കങ്ങളുടെ രേഖകളടക്കം പുറത്തു വന്നെങ്കിലും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്ക് വഴിയൊരുക്കിയില്ലെന്ന് പ്രതിരോധിച്ച് മുഖ്യമന്ത്രി VD സതീശനെ കടന്നാക്രമിച്ചു. ഞങ്ങളുടെ നിലപാടെന്താ? വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്ന് തന്നെയാണ്. എവിടുന്ന് കൊണ്ടുവന്ന് വിൽക്കണമെന്നല്ല. കേരളത്തിൽ പാഴായി പോകുന്ന ഗോവ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന, അതാണ് ഫെനി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഈ ഫെനിയുടെ മാതൃകയിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഈ കശുമാങ്ങ ഉപയോഗിച്ച് അതിൻ്റെ ടെക്നോളജി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുവാദം വേണം. എന്നാൽ എല്ലാം കെട്ടടങ്ങിയെന്ന് പറയാനാവില്ല. കാരണം UDF ചേരണം. വിഷയത്തിൽ UDFൽ തീരുമാനമെടുക്കുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശനാണ് UDF ചെയർമാൻ. UDF ചേരുന്നതിനുള്ള സമയവും തീയതിയും ചെയർമാന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് UDF കൺവീനർ കക്ഷി നേതാക്കളെ അറിയിക്കുക. 1-ാം തീയതി നിയമസഭയിൽ ധനബില്ല് പാസ്സാക്കുമെന്നിരിക്കെ അതിനു മുൻപ് വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട UDF യോഗം മുഖ്യമന്ത്രി വിളിക്കാത്തതിൽ കക്ഷി നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇപ്പോൾ ടാക്സിന്റെ ഫയൽ അതിവേഗം സഞ്ചരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ബഹുദൂരം മാസങ്ങളോളം സഞ്ചരിച്ചാണ് ഈ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ച് പറയും. ധനബില്ല് മാറ്റം കൂടാതെ പാസ്സാക്കുന്നതിന് കോൺഗ്രസിലും മുന്നണിയിലും സമവായത്തിന് നീക്കം നടത്തുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.